വരണം മാഡം. മിനിസ്റ്റർ കാണണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നത്? മാഡം, അദ്ദേഹം വീട്ടിലില്ലെങ്കിൽ സാധാരണ ഇവിടെയാ കാണാറ്. അതാ ഇങ്ങോട്ട് വന്നത്. ഇനി ഇവിടുന്ന് മുങ്ങി കാണുമോ? അല്ലേ പൊങ്ങി. ഈശ്വര, ഈ കൊലക്കിരി എന്തിനാണാവോ? എനിക്കൊന്നും അറിയില്ല മാഡം. കളക്ടർ മാഡം, കുറച്ചു നേരം ഇരിക്കേ. വേണ്ട സർ, ഞാൻ റൂമിൽ വെയിറ്റ് ചെയ്യാം. അങ്ങനെ അങ്ങ് പോകാതെ. പ്രിയ അലക്സാണ്ടർ IAS, കുറച്ചു കാലമായി നിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. ഈ മിനിസ്റ്റർ രാമചന്ദ്രനെ പറ്റി നിനക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ശരി, അതെല്ലാം പോട്ടെ. വിളിച്ച കാര്യം പറ. ആ നെല്ലിക്കുഴിയിലുള്ള പിച്ചക്കാരെയെല്ലാം ഒഴിവാക്കി ആ പ്രോപ്പർട്ടി എനിക്ക് കൈമാറണം. പിന്നെ ആ മണിക്കും രാമുവിനും വലിയ കോൺട്രാക്ട് എടുക്കാൻ കഴിവില്ലെന്ന് പറഞ്ഞ് ഇനിയുള്ള 1000 കോടി രൂപയുടെ കോൺട്രാക്ട് നമ്മുടെ കുട്ടപ്പായ്ക്ക് കൊടുക്കണം. അതുടനെ നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ലേ. എന്താ സർ, വിരട്ടലാണോ? നിങ്ങളെപ്പോലുള്ളവരാണ് അധികാരവും ഭീഷണിയും കൊണ്ട് സർക്കാർ സ്വത്ത് തറവാട് സ്വത്ത് പോലെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ചട്ടത്തിന് വിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്യില്ല. ഐ എം സോറി സർ. നിൽക്കവിടെ. കോടീശ്വരൻ അലക്സാണ്ടർ ഒരേ ഒരു സന്തതി. അമ്മ പശിക്കതേ, തായേ പശിക്കതേ. അറിയാവിടി നിന്റെ വർഗഗുണം. IAS പഠിച്ചാലും ട്രെയിനിൽ പാട്ടുപാടി പിച്ചയെടുത്ത് നിന്റെ ശീലം ഇനിയും മാറിയില്ലല്ലേ? എവിടെയാടി നിന്റെ അപ്പൻ, ആ പിച്ചക്കാരൻ അലക്സാണ്ടർ? സ്റ്റോപ്പ് ഇറ്റ്. എന്നെ പറ്റി എന്ത് വേണേൽ പറഞ്ഞു. എന്നാൽ ഫാദർ അലക്സാണ്ടറിനെ പറ്റി സംസാരിക്കാൻ താങ്കൾക്ക് അർഹതയില്ല. 3 വയസ്സ് വരെ ട്രെയിനിൽ പിച്ചയെടുത്ത് നടന്ന് എന്നെ കണ്ടെത്തി IAS വരെ പഠിപ്പിച്ച എന്റെ ദൈവമാണ് റെവറൻ ഫാദർ അലക്സാണ്ടർ. അദ്ദേഹം മരിച്ചതിനു ശേഷം ആ പേരെന്റെ പേരിനൊപ്പം ചേർത്തത് നിങ്ങളെപ്പോലുള്ള ആളുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ്. എന്നെ കോടീശ്വരി എന്ന് വിശേഷിപ്പിച്ചത് നിങ്ങൾ തന്നെയാ, ഞാനല്ല. മിസ്റ്റർ രാമചന്ദ്രൻ, നിങ്ങൾ കണക്കുകൂട്ടിയ പോലത്തെ പെണ്ണല്ല ഞാൻ. ഗുഡ് ബൈ.